ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം ജില്ലയ്ക്ക് 75 വയസ്സ് പൂർത്തിയായി. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി ലയനത്തോടെയാണ് കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായത്. പിറവിയെടുക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ 12 താലൂക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ 6 താലൂക്കുകളാണുള്ളത്. കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, ചെങ്കോട്ട, കുന്നത്തൂർ, പത്തനംതിട്ട, കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര, തിരുവല്ല, അമ്പലപ്പുഴ, ചേർത്തല എന്നിവയായിരുന്നു 12 താലൂക്കുകൾ. പഴയ തിരുവിതാംകൂർ സംസ്ഥാനം തെക്കൻ ഡിവിഷൻ എന്നും വടക്കൻ ഡിവിഷൻ എന്നും വിഭജിച്ചിരുന്ന കാലത്ത് തെക്കൻ ഡിവിഷന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായി മാറുകയായിരുന്നു. പേഷ്കാർ പദവി കളക്ടർ എന്നായതും ഇതോടെയാണ്. പുരാതന തുറമുഖ നഗരമായ കൊല്ലത്തിന് പോർച്ചുഗീസ്, ഡച്ച്, ചൈന, അറബ് രാജ്യങ്ങളുമായി വരെ വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. ചരിത്ര സ്മാരകങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പരമ്പരാഗത വ്യവസായങ്ങൾ, ജലാശയങ്ങൾ, മത്സ്യബന്ധന മേഖല, കലാലയങ്ങൾ, വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ജന്മം നൽകിയ നാട് എന്നിങ്ങനെ ജില്ലയുടെ ഖ്യാതിക്ക് കാരണങ്ങൾ നിരവധിയുണ്ട്. ജില്ലയുടെ 75ാം പിറന്നാൾ ആഘോഷത്തിനും തുടക്കമായി. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീളുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാറ്റിനം ജൂബിലി ലോഗോയും മന്ത്രി പ്രകാശനം ചെയ്തു. വിവിധ സംഘടനകളും കൂട്ടായ്മകളും ജില്ലയുടെ പിറന്നാൾ ആഘോഷിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനം ജില്ലയിൽ വ്യാപകമായി ആചരിച്ചു. ജില്ലാ പഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷൻ യോഗ വെൽനസ് സെന്ററും ചേർന്ന് യോഗ പരിശീലന പ്രദർശനം, ബോധവത്കരണ റാലി, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, അവയർനെസ് സെമിനാർ, യോഗ നൃത്തം എന്നിവ സംഘടിപ്പിച്ചു. മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊല്ലം പ്രസ് ക്ലബ്ബുമായി ചേർന്ന് യോഗ ദിനാചരണം നടത്തി. കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലും യോഗ ദിനാചരണം നടന്നു. അമൃതപുരിയിലെ മാതാ അമൃതാനന്ദമയി മഠം, ചടയമംഗലം ജഡായുപ്പാറയിലെ ശ്രീ കോദണ്ഡരാമക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലും യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലയിൽ 4G സേവനം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ BSNL ഊർജിതമാക്കി. എല്ലാ ടവറുകളിലൂടെയും 4G സേവനം നൽകാനുള്ള പ്രവർത്തനങ്ങൾ 4-5 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് BSNL അധികൃതർ ലക്ഷ്യമിടുന്നത്. മലയോര ഗ്രാമങ്ങളിലും 4G സേവനം എത്തിക്കാൻ അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, തെന്മല മേഖലകളിൽ 34 ഇടങ്ങളിൽ ടവർ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. കടയ്ക്കൽ, പിറവന്തൂർ, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിലായി 5ഓളം ടവറുകൾ ഇതിനകം പ്രവർത്തനക്ഷമമായി. നിലവിലുള്ള ടവറുകളും 4G ആയി ഉയർത്തുന്നതിന്റെ പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിക്കുകയാണ്. നിലവിൽ 437 ടവറുകളാണ് ജില്ലയിലുള്ളത്. ഇതിനു പുറമെ 75ഓളം പുതിയ ടവറുകളിലും 4G സേവനം സജ്ജമാക്കും. നഗരങ്ങളിലെയും ഗ്രാമാന്തരങ്ങളിലെയും ജനങ്ങൾക്കിടയിലെ ഡിജിറ്റൽ അന്തരം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന 4G സാച്ചുറേഷൻ പ്രോജക്ടിന്റെ ചുമതല BSNL-നാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സംസ്ഥാന ഹരിത കേരള മിഷൻ എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് 2024 ജില്ലാതല ഉദ്ഘാടനം ഇത്തിക്കരയിൽ നടന്നു. മന്ത്രി J. ചിഞ്ചുറാണി വൃക്ഷത്തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിലെ 2.5 ഏക്കറിലാണ് പച്ചത്തുരുത്ത് ഒരുക്കാൻ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന തലത്തിൽ ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിൽ പച്ചത്തുരുത്ത് പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജില്ലയിൽ നടന്നു. ഏരൂർ ഓയിൽ പാം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 5 ഘട്ടങ്ങളായി 100 കൂൺ ഗ്രാമങ്ങൾ രൂപപ്പെടുത്തുകയാണ് കൂൺ ഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം. 30.25 കോടി രൂപയാണ് കൂൺ ഗ്രാമം പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡയറക്ടർ തോമസ് സാമുവൽ പദ്ധതി വിശദീകരിച്ചു. കാർഷിക മേള, ഭക്ഷ്യമേള, സെമിനാർ എന്നിവ ഉദ്ഘാടനത്തിനനുബന്ധമായി സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് കണ്ടെത്തിയ സ്ഥലത്തിന്റെ പ്രാഥമിക വില സംബന്ധിച്ച് റിപ്പോർട്ടായി. 8.16 ഏക്കർ സ്ഥലത്തിന് 17.65 കോടി രൂപയാണ് വില്ലേജ് ഓഫീസർ മുഖേന തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വില. കളക്ടറുടെ അധ്യക്ഷതയിലുള്ള വില നിർണ്ണയ സമിതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഗവൺമെന്റിന് കൈമാറും. ഭൂമി വാങ്ങുന്നതിന് സംസ്ഥാന ബജറ്റിൽ 35 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് ആദ്യഘട്ടമായി 10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ അക്കാദമിക് ബ്ലോക്ക് പൂർത്തിയാക്കുകയാണ് സർവകലാശാല ലക്ഷ്യം. കൊല്ലം നഗരത്തിൽ നിന്നും അധികം ദൂരത്തല്ലാതെ കൊല്ലം ബീച്ച്, പരവൂർ തീരദേശപാതയ്ക്ക് സമീപമാണ് ഭൂമി കണ്ടെത്തിയിട്ടുള്ളത്. കോളേജ് ജംഗ്ഷനിലേക്കും ഇവിടെ നിന്ന് അധിക ദൂരമില്ല. ജില്ലാ വൃത്താന്തം സമാപിച്ചു.